കൊല്ലം മയ്യനാട് കാരിക്കുഴിയിലെ കർഷകരിൽ പലരും നെൽകൃഷി ഉപേക്ഷിച്ചിട്ട് വർഷങ്ങളാകുന്നു. കൃഷിയിടത്തിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിയാത്തതും ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതുമാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയത്. കഴിഞ്ഞ വേനൽക്കാലത്ത് വലിയ മുന്നൊരുക്കങ്ങളുമായി രാജേഷ് കൃഷിയിടത്തിലെത്തിയിരുന്നു. ഏതാണ്ട് 7.5 ഏക്കറോളം ഭൂമിയിൽ നെൽകൃഷി ചെയ്തു. എന്നാൽ ഇന്ന് ആ പാടം തരിശാണ്. പ്രധാനമായും വെള്ളമെത്താത്തതാണ് ഇവിടുത്തെ കർഷകർക്ക് പ്രതിസന്ധിയാകുന്നത്. അത് ഈ തോട് സമയാസമയങ്ങളിൽ ശുചീകരിക്കുന്നില്ല, അതിലെ ബണ്ടുകൾ കൃത്യസമയത്ത് അടയ്ക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നില്ല. അത് ചെയ്തേക്കുന്നത് വളരെ ബണ്ട് കെട്ടേണ്ട സ്ഥാനത്തല്ലാതെ വളരെ ദൂരെ കൊണ്ടാണ് ഒരു ബണ്ട് കെട്ടിയേക്കുന്നത്. ആ ബണ്ട് കെട്ടിയേക്കുന്നതുകൊണ്ട് കോർപ്പറേഷനിലും പ്രയോജനമില്ല, പഞ്ചായത്തിനും പ്രയോജനമില്ല. നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പറയുമ്പോൾ പറയാം ഇത് പഞ്ചായത്തല്ല, ഇത് കോർപ്പറേഷനല്ല, അങ്ങനെയുള്ള ഓരോ വ്യത്യാസങ്ങളാണ് അവർ പറയുന്നത്. കൊല്ലം നഗരസഭാ പരിധി അവസാനിക്കുകയും മയ്യനാട് പഞ്ചായത്ത് തുടങ്ങുകയും ചെയ്യുന്ന പ്രദേശമാണിത്. ഇരു ഭരണസമിതികളും കൂടിയാലോചിച്ച് പദ്ധതികൾ പാസ്സാക്കുന്നില്ല എന്ന പരാതിയാണ് കർഷകർക്ക് ഇവിടെ ഉള്ളത്. സംയോജിതമായി സാങ്കേതികത്വം മാറ്റിവെച്ച് പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നാണ് കർഷകരുടെ നിരന്തരമായ ആവശ്യം. കാരിക്കുഴി തൊട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന ബണ്ടുകളുടെ അശാസ്ത്രീയ നിർമ്മാണം വിമർശനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. വെള്ളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ നിലങ്ങൾ ഉണങ്ങത്തില്ല. നിലങ്ങൾ പൂന്തൽ കണ്ടങ്ങളാണ്. പൂന്തൽ കണ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഉണങ്ങത്തില്ല. ഈർപ്പത്തിൻ്റെ അംശം എന്തായാലും നിലത്തിനകത്തുണ്ട്. നെൽകൃഷി വലുതായിട്ട് ഉണങ്ങിപ്പോകുന്ന ആ ഇത് വരുന്നില്ല. വെള്ളം ആവശ്യമാണ്, പക്ഷേ അത് തടയണയും അത് കൃത്യമായിട്ടല്ലാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നത്. നെല്ല് സമയത്ത് കൊയ്യാൻ നേരത്ത് ഈ വെള്ളം ചിലപ്പം കയറിയെന്ന് വരാം. ഈ ബണ്ട് കെട്ടിവെച്ചേക്കുന്നത് കറക്റ്റ് സ്ഥലത്തല്ലാത്തതുകൊണ്ട് നമുക്കത് കറക്റ്റ് തുറന്നു വിടാനോ അങ്ങനെയുള്ള യാതൊരു ഇതും നടക്കാറില്ല. ബണ്ട് നിർമ്മാണത്തിൽ അപാകതകളുണ്ടെന്ന് പഞ്ചായത്ത് മെമ്പർ. പാടശേഖര സമിതികൾ അവരുടെ ലെറ്റർ ഹെഡിൽ ഈ കൃഷിനാശത്തെപ്പറ്റി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ കർഷകർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് എയിംസ് എന്ന് പറയുന്ന പോർട്ടലിലേക്ക് മാറുകയും അത് രജിസ്റ്റർ ചെയ്യാൻ കഴിയാതെ പല സ്ഥലങ്ങളിലും പോവുകയും ചെയ്തു. അതുകൊണ്ട് ഒറ്റ രൂപ പോലും കർഷകർക്ക് കിട്ടാത്തൊരു സ്ഥിതി ഉണ്ടായി. അശാസ്ത്രീയമായി അവിടെ ബണ്ട് നിർമ്മിച്ചത്. അതിനകത്ത് പഞ്ചായത്തിന് യാതൊന്നും ചെയ്യാൻ കഴിയില്ല. അത് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട് പഞ്ചായത്തിൻ്റെ ആസ്തി പട്ടികയിലുള്ളതല്ല, കോർപ്പറേഷൻ്റെ ആസ്തി പട്ടികയിലാണുള്ളത്. പഞ്ചായത്തുമായി ചേർന്ന് പരിഹാര മാർഗങ്ങൾ നടപ്പിലാക്കുമെന്നും കോർപ്പറേഷൻ പരിധിയിൽ തോടിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടെന്നും നഗരസഭാ വാർഡ് കൗൺസിലർ മായ എസ് ബാലു പ്രതികരിച്ചു. സംയോജിതമായ ചർച്ചകൾ വൈകില്ലെന്നാണ് ജനപ്രതിനിധികൾ ഉറപ്പു നൽകുന്നത്. മുൻപ് കാടായി കിടന്ന ഇടത്ത് വിളവെടുത്തവരാണ്. ഇന്ന് കോറപ്പുല്ലുകളും കുളവാഴകളും അവരെ നോക്കി നിൽപ്പുണ്ട്. ഷാനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്.